നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് മീറ്റിംഗ് ആരംഭിക്കാം. സ്നേഹനായ ദൈവമേ, സ്വർഗ്ഗ പിതാവേ, ഈ നല്ല രാത്രികാലത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അടിയങ്ങളായിരുന്നവരെ ആത്മാവിൽ അവിടുത്തെ മുഖത്തേക്ക് നോക്കുന്നു. അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വിശുദ്ധ ആത്മാവിനാൽ നിറച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകൾ കുറ്റങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹം ദൈവം എല്ലാവരും അനുഗ്രഹത്തോടെ കാത്തുപോയി വരച്ചിട്ട് കർത്താവേ, ഈ രാത്രി അനുഗ്രഹത്തിന്റെ ദിവസം നോക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം നോക്കിയാൽ പുത്രനായ യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ലോർഡ്. കുറച്ചാഴ്ചകൾക്ക് ശേഷം വീണ്ടും ദുഹിലായിരിക്കുന്ന സഹോദരങ്ങൾ ഒരുമിച്ച് ദൈവമുഖത്തേക്ക് നോക്കുവാനായിട്ട് എനിക്ക് ഒരു അവസരം തന്നതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പലവിധമായ പ്രതിസന്ധികളിലൂടെയൊക്കെയും നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നാം ദൈവമുഖത്തേക്ക് ആത്മാർത്ഥമായിട്ട് നമ്മൾ നോക്കും. അത് വാസ്തവം തന്നെയാണ്. എന്നാൽ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പ്രതിസന്ധി വന്നാലും പ്രതികൂലങ്ങളായിരുന്നാലും ഏത് സമയമായിരുന്നാലും നാം ആ ദൈവമുഖത്തേക്ക് മാത്രം നോക്കുന്നവരായി തീരുവാനായിട്ട് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിനായിട്ടാണ് നമ്മളെ ഓരോ ദിവസവും കർത്താവ് ഓരോ ഈ വചനങ്ങളിലൂടെ നമ്മളെ ബലപ്പെടുത്തി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നമ്മ പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം വായിക്കാനായിട്ട് ലേവ്യ പുസ്തകം അതിന്റെ 11-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വചനം. ലേവ്യ പുസ്തകം 11:44. ഇങ്ങനെയാണ് വായിക്കുന്നത് ഇംഗ്ലീഷില്. ഫോർ ഐ ആം ദ ലോർഡ് യുവർ ഗോഡ്, കോൺസിക്രേറ്റ് യുവർസെൽസ് therefore and be holy, for I am holy. Consecrate yourselves therefore and be holy, for I am holy. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് വിശുദ്ധനായിരിക്കണം. നമുക്കറിയാം, ഇത് പഴയ നിയമ പുസ്തകത്തില് യഹോവയായ ദൈവം ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ദൂതന്മാരുടെ റിബല്യൻസ് മൂലം അതിന്റെ ഫലമായി നശിപ്പിക്കപ്പെട്ട ലോകത്തെ വീണ്ടും റീസ്റ്റോർ ചെയ്യുന്നതായിട്ട് നാം ഉൽപ്പത്തി പുസ്തകം ആദ്യം തന്നെ നമ്മൾ കാണുന്നുണ്ട്. ആ റിബല്യസിന്റെ ഫലമായിട്ട് നശിപ്പിക്കപ്പെട്ട ഈ ഭൂമിയെയും ഈ ലോകത്തെയും വീണ്ടും റീസ്റ്റോർ ചെയ്യുകയാണ് ഒന്നും രണ്ടും വാക്യങ്ങളിൽ നാം കാണുന്നത്. ശേഷം ആഴത്തിന്മീതെ നാം വായിക്കുന്നു. ആഴത്തിന്മീതെ ഇരുൾ, ഉൽപ്പത്തി പുസ്തകത്തിലാണ് നാം ഇത് കാണുന്നത്. ആഴത്തിന്മീതെ ഇരുൾ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷം വെളിച്ചമുണ്ടാക്കി പകലും രാത്രിയെയും വേർതിരിച്ചു, കരയെയും വെള്ളത്തെയും വേർതിരിച്ചു. ഭൂമിയെ പൂർണ്ണമായി റീസ്റ്റോർ ചെയ്യുന്നത് നമുക്ക് അടുത്ത വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിനുശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. കൂട്ടാളിയായിട്ട് ആദമിനെയും സൃഷ്ടിച്ച് യഹോവ ഏദൻ തോട്ടത്തിലാക്കി. എന്നാൽ ദൈവത്തോട് എതിർത്ത് നിന്നിരുന്ന ദൂതന്മാരുടെ കൂട്ടത്തിലേക്ക് ആ സാത്താനാൽ മനുഷ്യന് ആകർഷിച്ചിട്ട് അവൻ ദൈവത്തെ അനുസരിക്കാതെ സാത്താന്റെ കൂട്ടാളിയായിട്ട് പ്രവർത്തിപ്പാനായിട്ട് മനുഷ്യർക്ക് ഇടയായി തീർന്നു. ആദവനും ഭാര്യയ്ക്കും ഇടയായി തീർന്നു. അവിടെയും അങ്ങനെ ഏദൻ തോട്ടത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ അവര് പുറത്താക്കപ്പെട്ടു. ഏദൻ തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ ഏറ്റവും അനുഗ്രഹത്തോടെ അവിടെ നിർത്തിയിരുന്നതാണ്. എന്നാല് അവിടുന്ന് പുറത്താക്കി. എന്നാല് മനുഷ്യൻ സ്വന്തം ശക്തിയിലും ബുദ്ധിയിലും ആശ്രയിച്ച് പല കാര്യങ്ങൾ ചെയ്ത് സ്വയം നീതീകരിക്കാനായിട്ടൊക്കെയും ശ്രമിച്ചു. എന്നാല് അതിനു മുൻപായി തന്നെ മനുഷ്യനെ പുറത്താക്കി കളഞ്ഞപ്പോൾ തന്നെ അവനെ വീണ്ടെടുക്കാനായിട്ട് ഒരു മാസ്റ്റർ പ്ലാനും യഹോവ ദൈവം തയ്യാറാക്കിയെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ പുറത്താക്കിയ ഉടൻ തന്നെ അറിയാം ഏത് അറ്റം വരെയും ഏത് എക്സ്റ്റെന്റ് വരെയും പോകും എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ദൈവത്തിന് അതിനു മുമ്പായിട്ട് തന്നെ ഒരു മാസ്റ്റർ പ്ലാനും ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാല് മനുഷ്യൻ സ്വന്തം ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് തുടങ്ങി. എന്നാല് അവിടെയൊക്കെയും സ്വയം നീതീകരിപ്പാനും സ്വയമേ അവൻ ചെയ്ത പ്രവൃത്തികളൊക്കെയും ന്യായീകരിപ്പാനും ഇന്ന് നാം ചെയ്യുന്ന പോലൊക്കെയും തന്നെയും ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെയും ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവനുണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ ഒരു വേള ധാന്യം തീർന്നപ്പോൾ ആ ധാന്യം അന്വേഷിച്ച് അവൻ മിസ്രൈമിലേക്ക് കടന്നു പോവുകയും അവിടെ അടിമകളായിട്ട് ജോലി ചെയ്യേണ്ടതായിട്ട്, പിന്നെ ഇസ്രായേൽ മക്കള് വലിയൊരു കൂട്ടമായിട്ട് അവിടെ അടിമകളായിട്ട് ജോലി ചെയ്യേണ്ടതായിട്ടും വന്നതായിട്ട് നമ്മളെ വചനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്നാൽ അവിടെയും യഹോവ ദൈവം മോശ എന്ന ഒരു പുരുഷനിലൂടെ അവരെ വീണ്ടെടുപ്പാനായിട്ട് വീണ്ടും യഹോവ ദൈവം മോശയെ അനുഗ്രഹിച്ച്
ആ മോശയിലൂടെ അവരെ വീണ്ടെടുപ്പാനായിട്ട് ആക്കി. അങ്ങനെ മോശയിലൂടെയും അഹ്റോനിലൂടെയും കടന്നു വന്ന ഈ ദൈവജനം യാത്രയിൽ ഉടനീളം അവർ പരാതി പറയുവാനും ദൈവത്തെ തള്ളിപ്പറയുവാനും അല്ലെന്നൊരു അനുഭവിച്ച ആ അനുഗ്രഹങ്ങളൊക്കെയും പെട്ടെന്ന് തന്നെ മറന്നു പോകുവാനായിട്ടൊക്കെയും ഇടയായി തീർന്നു. ഞാൻ നോക്കുക, നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോഴും ഇതൊരു നിഴലായിട്ട് നമുക്ക് പഴയ നിയമത്തിൽ കാണുവാനായിട്ട് കഴിയും. അതായത് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. അവിടെ നമുക്കറിയാം, അവിടെ ഈ പുറമേ ഉള്ള ഒരു വിശുദ്ധിയെ കുറിച്ചാണ് അവരൊക്കെയും ചിന്തിക്കുന്നതും അവർ പറയുവാനായിട്ടും ഇടയായി തീർന്നത്. ഇഴജാതികളെ, മൃഗങ്ങളെ തുടരുത്, അങ്ങനെ അനേക മൃഗങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ട് അതൊക്കെയും അശുദ്ധമാണ്, അതിനെ തുടരുത്. എന്നൊരു ഒരു മരണഭവനത്തിലേക്ക് കടന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വിശുദ്ധരായതിനു ശേഷമേ സിനഗോഗിലേക്ക് കടന്നു വരുവാൻ പാടുള്ളൂ. ഇങ്ങനെ അനേകമായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെയും അവിടെ വെക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിശുദ്ധിയെ സംബന്ധിച്ച്. ഇതൊക്കെയും പുറമേ ആണ് അത് അവരെ സ്പർശിപ്പാനായിട്ട് ഇടയായിത്തീർന്നത്. എന്നാൽ ഈ ജനത്തിന്റെ അവർക്ക് അനേകം കൽപ്പനകൾ കൊടുത്തപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടത്, നിങ്ങൾ ആരെയാണ് അനുസരിക്കേണ്ടത്, നിങ്ങൾ എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്തുകൂടാ, എന്തെല്ലാം പ്രവൃത്തിയിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കണം, ഈ കാര്യങ്ങളൊക്കെയും അവർക്ക് ന്യായപ്രമാണം, മോശയിലൂടെ കൊടുത്ത 5 പുസ്തകങ്ങളിലൂടെ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, ഈ 5 പുസ്തകങ്ങളിലൂടെ അവരെ നടത്തേണ്ട എല്ലാ വഴികളിലും അത് പറഞ്ഞു കൊടുക്കുന്നതായിട്ട് കാണും. എന്നാൽ ഈ കാര്യങ്ങളൊക്കെയും അവരുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും അത് ജീവനായിട്ട് വന്നിരുന്നില്ല. എന്നാൽ ഒരു സമയം ഇവർ അനുസരിച്ചിട്ട് ദൈവത്തിന്റെ പ്രഭ കണ്ടുകൊണ്ട് മുൻപോട്ട് പോകും. അല്പസമയം കഴിയുമ്പോൾ വീണ്ടും അവരുടെ ജഡത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനും ആ കൽപ്പനകളൊക്കെയും വളരെ പെട്ടെന്ന് തന്നെ അവരെ തള്ളിക്കളയുവാനായിട്ടും ഇടയായിത്തീർന്നു. ശേഷം നമ്മൾ ലേവ്യ പുസ്തകത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 19-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ലേവ്യ പുസ്തകം 19-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വചനത്തിലും നാം ഇങ്ങനെയാണ് കാണുന്നത്: നീ ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയോടും പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങളുടെ ദൈവമായ യഹോവ എന്ന ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ. അതായത് യഹോവയായ ദൈവം എങ്ങനെ അവിശുദ്ധിയോടെ ആയിരിക്കുന്നു, അതുപോലെ നിങ്ങളും വിശുദ്ധരാകുവിൻ. എന്നാല് ഇതൊക്കെയും വെറും കടങ്കഥ പോലെ തന്നെ ഇസ്രായേൽ മക്കൾക്ക് അനുഭവവേദ്യമായുള്ളൂ. ഒരിക്കലും തന്റെ ജീവിതത്തിൽ അവർക്കത് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, നമ്മള് പുറപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ പുറപ്പാട് പുസ്തകത്തില് വളരെ വ്യക്തമായിട്ട് യഹോവയായ ദൈവം അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം അതിന്റെ 19-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തില് ഇങ്ങനെയാണ് വായിക്കുന്നത്: ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്കുള്ള സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമി ഒക്കെയും എനിക്കുള്ളതല്ലോ. നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവുമാകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങളാകുന്നു. നോക്കുക, എങ്ങനെയാണ് ഇവരെ വീണ്ടും റിസ്റ്റോർ ചെയ്യുക? ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. നോക്കുക, ദൈവം പറയാണ്, നിങ്ങൾ എനിക്കൊരു സമ്പത്താകണമെന്ന് വരിയില് ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധിയിൽ നടന്നെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. എന്നാല് ഒരിക്കൽ പോലും ഇസ്രായേൽ മക്കൾക്ക് അത് പ്രാവർത്തികമാക്കുവാനായിട്ടും കഴിഞ്ഞിരുന്നില്ല. യഹോവയായ ദൈവം തന്റെ താല്പര്യം പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം മാസ്റ്റർ പ്ലാൻ നമുക്ക് കാണുവാനായിട്ട് കഴിയും. മത്തായിയുടെ സുവിശേഷം അതിന്റെ 1-ാം അധ്യായത്തിന്റെ 21-ലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് എഴുതി വെക്കുകയാണ്: കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട്, രക്ഷിപ്പാൻ ഇരിക്കുന്നത് കൊണ്ട് നീ അവന് യേശു എന്ന പേരിടണം. ഒക്കെ ഇവിടെ വിശുദ്ധിയെ കുറിച്ചല്ല പറയുന്നത്. എന്താ പറയുന്നത്? അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം. വീണ്ടും അടുത്ത തന്നെ പറയാം, ദൈവം നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കണം. ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയാണ് ആ മാസ്റ്റർ പ്ലാൻ എന്താണ്. അതായത് കന്യക ഗർഭിണിയെ ഒരു മകനെ പ്രസവിക്കും, തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാൻ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആരൊക്കെയും ഇവിടെ തന്റെ ജനത്തെ വ്യക്തമായിട്ട് പറയുന്നത്, ലോകത്തെ മുഴുവൻ അങ്ങനെ എടുത്തല്ല പറയും, ആരൊക്കെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് താല്പര്യപ്പെടുന്നു, ആരൊക്കെയും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നു, അവരെ ഒക്കെയും
അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട് അവന് യേശു എന്ന്. നാം ഓരോ പ്രാവശ്യവും നാം യേശുവേ എന്ന് വിളിക്കുമ്പോൾ നാം പറയുന്നത് എന്താണ്? കർത്താവെ, എന്റെ പാപങ്ങളിൽ നിന്ന് നീ എന്നെ വിടുവിച്ചതിനാൽ നിനക്ക് സ്തോത്രം. അവൻ നമ്മോട് കൂടെ എന്ന അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടുമെന്ന് അവിടെ താഴെ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്. എന്നാൽ ഒരു കാര്യം ഇവിടെ വളരെ പ്രസക്തമാണ്. എന്താണ്? യഹോവയായ ദൈവം ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത കൽപ്പനയും വ്യാപ്തി ഒട്ടും തന്നെ അത് കുറയ്ക്കുന്നതായിട്ട് നാം കാണുന്നില്ല. ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ തന്നെ നിങ്ങളും വിശുദ്ധരാകുക എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു. അവർക്ക് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തില് ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യം എന്താണ്? അതിന്റെ ഒരു വാക്യം മാത്രം നമുക്ക് വായിക്കാം. അതിന്റെ 8-ാമത്തെ വചനം, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നോക്ക്, ഇവിടെ ഒട്ടും അതിന്റെ സ്റ്റാൻഡേർഡ് ഒട്ടും കുറയ്ക്കാതെ തന്നെ, അതായത് പഴയ നിയമത്തിലെ ഇസ്രായേൽ മക്കളോട് എന്താണ് പറഞ്ഞിരുന്നത് അതിൽ ഒരു ശകലം പോലും കുറവ് വരുത്താതെ സ്റ്റാൻഡേർഡ് ഗ്രേഡ് കൂട്ടിക്കൊണ്ടാണ് പറയുന്നത്. എന്താണ് പറയുക? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. നമുക്ക് അറിയാം, നമ്മള് കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് കൂടെ താമസിച്ച് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് ഈ മാതാപിതാക്കള് അവരെ മനസ്സിലാക്കും, അവരെങ്ങനെയുള്ളവരാണെന്നും എപ്പോഴാണ് പിതാവിന് ദേഷ്യം ഉണ്ടാകുന്നതെന്നും അല്ലെങ്കിൽ എപ്പോഴാണ് മാതാപിതാക്കള് പറയുമ്പോൾ അനുസരിക്കാതെ പോകാനായിട്ട് കഴിയും, ഇതൊക്കെയും ഈ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയെടുക്കും. എന്നാൽ ഇവിടെയും നാം പറയുന്നത് ഈ ദൈവത്തോട് കൂടെ നടക്കണമെന്ന് വരില്ല, അല്ലെങ്കിൽ ദൈവത്തെ കാണുക, അത് ഹൃദയശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നെങ്കിൽ മാത്രമേ അതിന് കഴിയുള്ളൂ എന്ന്. ഇവിടെ ബാഹ്യമായിട്ടുള്ള ഒരു ശുദ്ധിയെക്കുറിച്ച് പഴയ നിയമത്തില് ഇസ്രായേൽ മക്കളോട് പറഞ്ഞത് അത് അവർക്ക് നിവർത്തിപ്പാൻ കഴിയാതിരുന്ന സ്ഥലത്ത് ഇവിടെ പറയാണ്, ഹൃദയത്തിലുള്ള ശുദ്ധീകരണമാണ് ദൈവത്തെ കാണുവാനായിട്ടുള്ള ആദ്യത്തെ പടിയായിട്ട് ഇവിടെ വെക്കുന്നത്. അപ്പൊ നോക്കുക, ബാഹ്യമായിട്ടുള്ള എന്റെ നടപ്പല്ല, ബാഹ്യമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്തല്ല, ഒരു പ്രവൃത്തിയുമല്ല അത് കാരണം അതായത് നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുമ്പോൾ അവിടെ ദൈവത്തെ കാണുവാനായിട്ട് ഇടയായിത്തീരും. നോക്കുക, എത്ര ഉയരത്തിലേക്കുള്ള ഒരു ലെവലിലേക്കാണ് കർത്താവ് വീണ്ടും നമ്മെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ ഒന്ന് നോക്കുക, നമ്മോട് തന്നെ ചോദിക്കുക, നമ്മുടെ ഹൃദയത്തെ എങ്ങനെയാണ് ശുദ്ധീകരിക്കാനായിട്ട് ഇടയായിത്തീരുന്നത്? അല്ലെങ്കിൽ ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ എന്റെ പ്രവൃത്തികൾ കൊണ്ടാണോ ഞാൻ എന്റെ ഹൃദയത്തെ ശുദ്ധീകരിക്കേണ്ടത്? അതോ യേശു കർത്താവ് പറഞ്ഞ പോലെ അവന് ഒരു കന്യക ഗർഭിണിയായി തന്റെ ജനത്തെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാനിരിക്കുന്നുണ്ട്. യേശു ഓരോ സമയവും നാം യേശു എന്ന് വിളിക്കുമ്പോൾ എന്റെ പാപത്തിന്റെ ഫലമായിട്ട് എന്നെ പാപത്തിൽ നിന്നും വീണ്ടെടുപ്പാനായിട്ട് കർത്താവ് കടന്നു വന്നു. അങ്ങനെ ഞാൻ ഒരു ഹൃദയശുദ്ധിയുള്ളവനായി തീരുവാനായിട്ട് ഇടയായി തീർന്നു. ആ പന്താവിന്, ആ വഴിയിലൂടെ ഞാൻ മുൻപോട്ട് നടക്കുക എന്നുള്ളത് മാത്രമാണ് എനിക്ക് ചെയ്യുവാനായിട്ട് കഴിയും. യേശു കർത്താവ് ഈ ഭൂമിയിലെ തന്റെ ശിഷ്യന്മാരുമായിട്ട് കടന്നു പോകുമ്പോൾ അനേക കാര്യങ്ങള്, ബാഹ്യമായിട്ടുള്ള അനേക കാര്യങ്ങള് പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെയും അവനെ കുടുക്കിടുവാനായിട്ട്, അല്ലെന്നൊരില് എങ്ങനെ ആ സംസാരത്തിൽ അവനെ പിടിക്കാൻ എന്നുള്ള ഭാവത്തിൽ അവനോട് ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട്, അങ്ങനെ ചില കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട്, അതുവരെയും ബാഹ്യമായിട്ടുള്ള ഊന്നൽ കൊടുത്ത് യേശു കർത്താവ് മുൻപോട്ട് കടന്നു പോകുമ്പോൾ ആന്തരികമായിട്ടുള്ള വിശുദ്ധീകരണം ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുള്ളൂ എന്ന് വ്യക്തമായിട്ട് കർത്താവ് പറഞ്ഞപ്പോൾ പരീശന്മാര് അല്ലെങ്കിൽ അവർ ചോദിക്കുകയാണ്, നിന്റെ ശിഷ്യന്മാർ എന്താണ് ഈ കൈയൊന്നും കഴുകാതെ ഭക്ഷണം കഴിക്കുന്നത് എന്നൊരു ചോദ്യം ചോദിക്കണം. നോക്കുക, നീ പറയുന്നുണ്ടല്ലോ, വിശുദ്ധിയെ കുറിച്ചൊക്കെയും പറയുന്നുണ്ടല്ലോ, ഞങ്ങള് ഇങ്ങനെയല്ല, ഞങ്ങള് കൈയൊക്കെ കഴുകിയതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഭക്ഷണത്തിൽ കഴിക്കാറുള്ളൂ. എന്നാൽ നിന്റെ ശിഷ്യന്മാർ നോക്കുക, അവർ ആ പ്രവൃത്തി ചെയ്യുന്നില്ല, അതുകൊണ്ട് അവര് ശുദ്ധിയുള്ളവരല്ല എന്ന് വയ്ക്കുവാനായിട്ട്, സമർത്ഥിപ്പാനായിട്ട് ശ്രമിച്ചപ്പോൾ കർത്താവിനോട് അങ്ങനെ പറയുമ്പോൾ നാം മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ അത് കാണുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തില് 18 തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ അതിന്റെ 8-ാമത്തെ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നുവെങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷ്യ കൽപ്പനയാ ഉപദേശങ്ങളെ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രസ്താവിച്ചു. അതിനുശേഷം ആണ് നിങ്ങൾ എന്തുകൊണ്ട് കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നു എന്നൊക്കെയും ചോദിച്ചപ്പോൾ അതിനുശേഷം പത്രോസ് തന്റെ അടുത്ത് വന്നിച്ച്, എന്താണ് കർത്താവെ നീ പറഞ്ഞതിനെ
ഒന്ന് വ്യാഖ്യാനിച്ച് തരാമോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ 18ാമത്തെ വചനം തൊട്ട് യേശു കർത്താവ് അവന് പറഞ്ഞു കൊടുക്കുന്ന കാര്യം ഇങ്ങനെ: വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. എങ്ങനെയെന്നാൽ ദുർചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു. നാം ഭക്ഷിക്കുന്നതിൽ നിന്നല്ല നമ്മുടെ ഉദരത്തിലേക്ക് കടന്നുപോയി അത് നമ്മൾ വിസർജ്യമായിട്ട് കടന്നു പോവുകയാണ്. എന്നാലേ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ നമ്മുടെ സംസാരത്തിൽ നിന്നും നാം സംസാരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. നമുക്ക് വളരെ നമ്മൾ എന്തെല്ലാം തമാശയായിട്ടും അല്ലെന്നൊരിൽ ആവശ്യമില്ലാതെയും അസ്ഥാനത്തും ഒക്കെയുമായിട്ട് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പറയുവാറുണ്ട്. എന്നാൽ ഇതൊക്കെ നമ്മൾ വളരെ വളരെ നിസ്സാരമായിട്ട് എടുത്ത് കടന്നു പോകുമ്പോൾ ഇവിടെ പറയാണ്, അത് നമ്മൾ വെറും ജസ്റ്റ് വായിൽ നിന്ന് വരുന്ന ഒരു സംസാരമല്ല, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നും തന്നെയാണ് ഉണ്ടാകുന്നത്. വായിൽ നിന്ന് പുറപ്പെടുന്നതോ അത് ഹൃദയത്തിൽ നിന്ന് തന്നെ അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. നോക്ക, നാം കഴിക്കുന്ന ഒരു ഭക്ഷണം, കൈ കഴുകാതെ കഴിക്കുന്ന ഒരു ഭക്ഷണം കൊണ്ടല്ല നീ അശുദ്ധമാകാൻ പോകുന്നത്. പിന്നെയോ നിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു ചെറിയ വാക്കാണെങ്കിൽ പോലും അത് മറ്റുള്ളവർക്ക് ഇടർച്ചയാകുന്നു എന്ന് വരിയില് അത് അശുദ്ധമാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് അത് ഹൃദയത്തിൽ നിന്നാണ്. എങ്ങനെയെന്നാൽ ദുർചിന്ത, കുലപാതകം, വ്യഭിചാരം, പരസംഗം, മോഷണം, കള്ളസാക്ഷ്യം, ദൂഷണം എന്നിവ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. ഇത് പെട്ടെന്ന് നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ഇടർച്ച ഉണ്ടായിട്ട് നമ്മൾ പെട്ടെന്ന് പറയുന്ന ഒരു വാക്കല്ലിത്. നാം പറയുന്ന ഓരോ വാക്കും അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തന്നെയാണ് കടന്നു വരുന്നത്. അവിടെയാണ് നമ്മളെ അത് ദുഷിപ്പിക്കാനായിട്ട് മനുഷ്യനെ അശുദ്ധമാക്കുന്നത്. ഇതത്രേ. കഴുകാത്ത കൈകൊണ്ട് ഭക്ഷിക്കുന്നതോ മനുഷ്യനെ അശുദ്ധമാക്കുന്നില്ല. നോക്ക, പുറമേയുള്ള ഒരു വിശുദ്ധിയെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അകമേ എങ്ങനെ നമ്മൾ വിശുദ്ധരാകണമെന്ന് വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുക. വായിൽ നിന്ന് പുറപ്പെടുന്നതോ ഹൃദയത്തിൽ നിന്ന് വരുന്നു, അത് മനുഷ്യനെ അശുദ്ധമാക്കുന്നു. അതൊക്കെ നമ്മൾ എത്രമാത്രം നമ്മുടെ വാക്കുകളെയൊക്കെയും നാം പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ സംസാരത്തെ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണ്? അത് നമ്മുടെ ഹൃദയത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. നാം മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ മത്തായിയുടെ സുവിശേഷം തന്നെ അതിന്റെ 23-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ യേശു ശാസ്ത്രിമാരെയും പരീശന്മാരെയും ശാസിക്കുന്ന വളരെ വളരെ വളരെയധികം ഹാർഷായിട്ട് ശാസിക്കുന്ന ഒരു അധ്യായമാണ്. അവിടെ അതിന്റെ 25-ാമത്തെ വാക്യം മാത്രം നമുക്ക് വായിക്കാം. അവിടെ യേശു കർത്താവ് ഈ ശാസ്ത്രിമാരെയും പരീശന്മാരെയും കുറിച്ച് പറയുമ്പോൾ അവിടെ പറയാണ്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് കഷ്ടം! നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ, കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ അവയുടെ വെടിപ്പാക്കുക. ഇവിടെയും വ്യക്തമായിട്ട് പറയുകയാണ് എങ്ങനെയാണ് നമ്മൾ ഈ വിശുദ്ധിയിൽ മുൻപോട്ട് പോകുവാനായിട്ട് എങ്ങനെയാണ് നാം നമ്മെ തന്നെ വിശുദ്ധീകരിക്കുന്നത്. പുറമേ കാണിക്കുന്ന ഒരു മോടിയിലല്ല, അല്ലെങ്കിൽ പുറമേ നാം കുറച്ച് വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെന്നൊരിൽ അത് ജസ്റ്റ് ഒരു പോളിഷ് ചെയ്യുന്നതിലല്ല. എന്നാലേ അതെന്താണ്? അത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുടെയും ഒരു സ്വഭാവമാണ്. എന്നാൽ ഇവിടെ പറയുന്നത്, അത് നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, എന്നാല് അകമോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. കുരുടനായ പരീശനെ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കേണ്ടതിന് മുൻപേ നാം എന്താ ചെയ്യേണ്ടത്? അതിന്റെ അകം വെടിപ്പാക്കാനായിട്ട് ശ്രമിക്കുക. പുറം തന്നെ അത് വിശുദ്ധമായിക്കൊള്ളും, ആ അശുദ്ധിയൊക്കെയും മാറിക്കൊള്ളും. ആകയാൽ നാം വീണ്ടും താഴേക്ക് വായിക്കുമ്പോൾ നമ്മൾ 1 പീറ്ററിലേക്ക് കടന്നു വരുമ്പോൾ 1 പത്രോസ് 1-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഇങ്ങനെ ഒരു വാക്യം വായിക്കുന്നുണ്ട്. അതിന്റെ 13 തൊട്ടുള്ള വാക്യങ്ങള് 1 പത്രോസ് 1-13 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങളുടെ മനസ്സ് ഉറപ്പിച്ച് നിർമ്മതരായി യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ നിങ്ങൾക്ക് വരുവാനുള്ള കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊള്ളുവീൻ. പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഇവിടെയും പുതിയ പത്രോസ് ക്രിസ്തു ആ സമർപ്പണത്തിലുള്ള ആഹ്വാനം കൊടുത്തതിന് ശേഷം പറയാണ്, ഇങ്ങനെയാണ്
അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുമെന്ന് എഴുതി. എങ്ങനെയാണ്? പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്ത് ഉണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. നോക്കുക, ആരെയാണ് നമ്മൾ പുറമേ ഏതെങ്കിലും ഒരു മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ ഇരിക്കാനല്ല പറയുന്നത്. എന്നാല് നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം, നമ്മളെ ആരാണ് വിളിച്ചതെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിരിക്കണം. അവിടെ ആ വിശുദ്ധനെ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം നിങ്ങൾ വിശുദ്ധിയുള്ളവർ എല്ലാ നടപ്പിലും വിശുദ്ധരാ. ആകയാൽ നിങ്ങളുടെ മനസ്സുറപ്പിച്ച് നിർമ്മതരായി നോക്കുക, മനസ്സുറപ്പിക്കുക, നിർമ്മതരായിട്ട് യേശു ക്രിസ്തുവിന്റെ കൃപയിൽ പൂർണ്ണ പ്രത്യാശ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് നമ്മെ ഓർപ്പിക്കുന്നു. നാം 1 യോഹന്നാനിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും 1 യോഹന്നാന്റെ അതിന്റെ 3-ാം അധ്യായത്തിലേക്ക് കടന്നു അതിന്റെ 20 തൊട്ടുള്ള വാക്യങ്ങൾ താഴേക്ക് വായിക്കുമ്പോൾ, 1 John chapter 3:20 onwards, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനും എന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ, നമുക്ക് ഒരു വ്യക്തിക്ക് അവന്റെ നമുക്ക് പുറമെ എന്തെല്ലാം ഭാവപ്രകടനങ്ങള് വരുത്തിക്കൊണ്ട് നാം ഒരു വിശുദ്ധരാണെന്നുള്ള അത് നമുക്ക് മറ്റുള്ളവരെ ധരിപ്പിക്കാനായിട്ട് ഇടയായിത്തീരും. അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു ഭാവത്തിൽ നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കഴിയും. എന്നാല് നമ്മുടെ തന്നെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം എന്താണ്? ആ ഹൃദയം അത് വ്യക്തമായിട്ട് പറയും. അതായത് ആ ഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്ന വിചാരങ്ങൾ എന്താണ് വ്യക്തമായിട്ട് നമുക്ക് തന്നെ ബോധ്യം ഉണ്ടാകും. കാരണം എന്താണ്? അത് നാം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അവിടെ ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയവനും എല്ലാം അറിയുന്നവനെന്ന് നമ്മുടെ ഹൃദയത്തെ അവന്റെ സന്നിധിയിൽ ഉറപ്പിക്കാം. അപ്പൊ അങ്ങനെ എന്റെ ഹൃദയത്തെ ഞാൻ കുറ്റം വിധിക്കുന്നു, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഞാൻ ഈ പുറമേ കാണിക്കുന്ന ഭാവമല്ല, എന്റെ ഹൃദയത്തില് വിദ്വേഷമുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിന് ഹിതകരമല്ലാത്ത വിശുദ്ധിയിലേക്ക് കടന്നു പോകാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഉണ്ട് എന്ന് നമ്മളെ കുറ്റം വിധിക്കുന്നതിൽ ആ ഹൃദയത്തെക്കാൾ വലിയവനായി ദൈവത്തിന്റെ മുമ്പാകെ ആയിരിക്കുന്നു നാം എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ നാം ആയിരിക്കണം. വീണ്ടും വായിക്കുന്നത്, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. നമുക്ക് അവിടെ വ്യക്തമായിട്ട് പറയണം, നാം തന്നെ അതിനെ അസസ് ചെയ്യുക. നമുക്ക് തന്നെ അവിടെ നമ്മളുടെ ആയിരിക്കുന്ന ആ ഒരു ലെവൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. അപ്പൊ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യം ഉണ്ടാകണമെങ്കിൽ നാം ഹൃദയത്തില് നമ്മോട് തന്നെ നാം ചോദിക്കുക, കർത്താവേ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ ഈ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ എന്താണ് അതിന്റെ ആഫ്റ്റർ എഫക്ട് എന്താണ്, ഭവിഷ്യത്ത് എന്താണ്, അത് ശുദ്ധമുള്ള ഹൃദയത്തോടെ ആണോ അതോ അല്ലെങ്കിൽ ദൈവത്തിന് നിരക്കാത്ത കാര്യമാണോ ചെയ്തതെന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കുവാനായിട്ട് പറ്റും. എന്നാൽ ഇതൊക്കെയും വളരെ നിസ്സാരമായിട്ട് നമുക്ക് തോന്നുന്ന വരിയില് അപ്പോസ്തലനായ യാക്കോബ് പറയാണ്, യാക്കോബ് അപ്പോസ്തലന് ഇങ്ങനെ എഴുതുന്നു, ജെയിംസ് chapter 1 verses 26, 1-ാം അധ്യായത്തിന്റെ യാക്കോബ് അതിന്റെ 1-ന്റെ 26 നമ്മളെ ഓർപ്പിക്കുന്നത്, നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. വളരെ വ്യക്തമായിട്ട് യാക്കോബ് അപ്പോസ്തലൻ പറയാണ്, ഈ നാവ് ഒരു ചെറിയ അവയവമാണ്, എന്നാലേ എന്താണ്, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ, അല്ലെങ്കിൽ നമുക്കറിയാം ഈ നാവിന് വലിയ തീ കത്തിക്കാൻ, വലിയ തീ ഈ ചെറിയ നാവിലൂടെ, അതാണ് ലോകത്തിലുള്ള സകല വിധമായിട്ടുള്ള പ്രതിസന്ധികളുടെയും കാരണം. ഈ ഏതെങ്കിലും ഒരു വ്യക്തി തന്റെ നാവിനെ ആവശ്യമില്ലാതെ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അസമയത്ത് പറയുന്ന ചില വാക്കുകളോ പ്രവൃത്തികളോ കൊണ്ടാണ് ഈ ലോകത്തിലുള്ള എല്ലാ ഭവിഷ്യത്തുകൾക്കും കാരണം ഉണ്ടാകുന്നത്. നമുക്ക് വലിയ വലിയ ലോക യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അന്യോന്യം ചെറിയ ഒരു വാക്കിൽ അല്ലെങ്കിൽ അവർക്ക് ഹിതകരമല്ലാത്ത ഇഷ്ടമല്ലാത്ത ഒരു വാക്ക് അവിടെ സംസാരിക്കുകയോ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിനൊക്കെയും അതിന്റെ തുടക്കമാകുവാനായിട്ട് ഇടയായി. നിങ്ങളിൽ ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ തന്റെ ഹൃദയത്തെ വഞ്ചിച്ചു നോക്കുക. അപ്പൊ നാവിന് കടിഞ്ഞാണിടാതെ മുൻപോട്ട് പോകുമ്പോൾ നാം നമ്മുടെ ഹൃദയത്തെ തന്നെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത്. നാം അറിയുന്നില്ല, നമ്മുടെ ഹൃദയത്തെ തന്നെ വഞ്ചിച്ചു, അല്ലെങ്കിൽ ആ ഹൃദയത്തിന്റെ ആ പരിതാപകരമായ അവസ്ഥ നാം കണ്ടില്ല എന്ന് നടിക്കുകയാണ് ചെയ്യുന്നത്. ഒരുവൻ അത് മനസ്സിലാകും, എനിക്കത് മനസ്സിലാകാനായിട്ട് കഴിയും. കാരണം നമ്മൾ മുമ്പേ കണ്ടു, ഫസ്റ്റ് യോഹന്നാൻ കണ്ടു, അവന്റെ ഹൃദയത്തെ നമുക്ക് തന്നെ മനസ്സിലാകും അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. അത് ശരിയാണെന്ന് നമുക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്.
എന്നാൽ ഇവിടെ പറയുന്നുണ്ട്, അവന് തന്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാല് അവന്റെ ഭക്തി വ്യർത്ഥമത്രേ. അപ്പോൾ വ്യർത്ഥമായിട്ടുള്ള ഒരു കാര്യത്തിലൂടെ നമുക്ക് കടന്നു പോകുവാനായിട്ട് കഴിയും. കാരണം എന്താണ്? പുറമെ നോക്കുമ്പോൾ ഇസ്രായേൽ മക്കള് നടത്തിക്കൊണ്ട് വന്നപ്പോൾ അവർ ചെയ്തിരുന്ന പുറമെ ഉണ്ടായിരുന്ന ആ ഭക്തിക്ക് പ്രാധാന്യം കൊടുത്ത് അതുപോലും അവർക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയാതിരുന്ന ഈ സമയത്ത് നമ്മോട് പറയാണ്, നിങ്ങൾ പുറമേയുള്ള ഈ വിശുദ്ധി അല്ല നോക്കേണ്ടത്, അകമേയുള്ള വിശുദ്ധി. പുറമേ അത് തനിയെ വിശുദ്ധമായിക്കൊള്ളും. എന്നാലേ നമുക്ക് എങ്ങനെ ഈ ചെറിയ കാര്യങ്ങളിലൂടെ നാം നമ്മോട് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം, പ്രിയമുള്ളവരെ, നമ്മുടെ നടപ്പ്, ഓരോ ചുവടുവയ്പ്പും എങ്ങനെയാണെന്നുള്ളത് നാം നമ്മോട് തന്നെ മനസ്സിലാക്കിച്ചു. നാം വിശുദ്ധിയോടെ ഓരോ ചുവട് വെക്കുമ്പോൾ അടുത്ത ചുവട് എന്താണ്? അവിടെ മാനസാന്തരത്തിന്റെ ഒരു ചുവട് വെച്ചെങ്കിൽ മാത്രമേ. വിശുദ്ധിയോടെ നാം ഒരു വലത് കാലെടുത്ത് വെക്കുമ്പോൾ വീണ്ടും ഇടത് കാലെടുത്ത് മുൻപോട്ട് വെക്കണമെന്നൊരില് അവിടെ ഒരു മാനസാന്തരം ഉണ്ടായെങ്കിലേ പറ്റുള്ളൂ. കാരണം ഒരിക്കൽ മാത്രം മാനസാന്തരപ്പെട്ട കാര്യമില്ല. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദിനം തോറും നമ്മുടെ ജീവിതത്തിൽ ഈ വിശുദ്ധിയിൽ ഒരു പടി നാം മുന്നോട്ട് വെക്കുമ്പോൾ അത് അടുത്ത പടി വെക്കേണ്ടത് മാനസാന്തരത്തിന്റെ ഹൃദയമുള്ള, അല്ലെങ്കിൽ നമ്മെ തന്നെ ശോധന ചെയ്തുകൊണ്ട് ഓരോ പടി വെച്ചുകൊണ്ട് നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് കഴിയും. കാരണം എന്താണ്? കർത്താവ് അതാണ് ഒരുക്കിയിരിക്കുന്നത്. വിശുദ്ധിയോടെ, അല്ലെങ്കിൽ ആ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. വിശ്വാസത്തിൽ ഒരു സ്റ്റെപ്പ് നമ്മൾ എടുത്ത് വെക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പ് നമ്മൾ മാനസാന്തരത്തിന്റെ സ്റ്റെപ്പ് തന്നെ ആയിരിക്കണം എടുത്ത് വെക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഈ വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് കഴിയും. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ 3-ാം അധ്യായത്തില് തീമോഥെയോസിന് ലേഖനം എഴുതുമ്പോൾ അതിന്റെ 3-ാം അധ്യായത്തില് ഇവിടെ ഇങ്ങനെയാണത് വായിക്കുന്നത്: അന്ത്യകാലത്ത് ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തി ത്യജിച്ച് കളയുന്നവരായിരിക്കും. നോക്കുക, ഭക്തിയുടെ അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണം അതിന്റെ ഭക്തിയുടെ വേഷഭൂഷാദികളെല്ലാം ഉണ്ട്, എന്നാല് അതിന്റെ ശക്തി ത്യജിച്ച് കളയുന്നവരായി ഇരിക്കുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, അങ്ങനെ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും, അങ്ങനെ കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പൊ പുറമേ ഉള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഭക്തിയുടെ വേഷം നാം നമ്മോട് തന്നെ ചോദിച്ചു നോക്കാം. നമ്മൾ ഇത്രമാത്രം വചനങ്ങൾ കേൾപ്പാനും ഇത്രമാത്രം ദൈവത്തിന്റെ ജ്യേഷ്ഠ സഹോദരന്മാര് നമുക്ക് വചനങ്ങളൊക്കെയും ഷെയർ ചെയ്യുന്ന വേറെ ഒരു കൂട്ടമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. അത് വ്യക്തമായിട്ടുള്ള വചനങ്ങൾ അല്ല, ഒത്തിരി അനേകം കൂട്ടങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി, എന്നാലേ വ്യക്തമായിട്ട് വചനം വിഭാഗിച്ചു തരുന്ന ഇങ്ങനെ ഒരു കൂട്ടം വേറെ ഉണ്ടാകില്ല. എന്നാല് നമുക്ക് നാം മുന്നോട്ട് നോക്കുമ്പോൾ നാമും ഈ ഭക്തിയുടെ ഒരു വേഷം ധരിച്ചുകൊണ്ട് അതിന്റെ ശക്തി ത്യജിച്ച് കളയുന്നവരായിട്ടാണോ നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടു? അത് നാം വേറെ ആരെയും കുറ്റം വിധിക്കുവാനല്ല, ഞാൻ എന്നോട് തന്നെ ചോദിക്കുകയാണ്. ഇത്രമാത്രം ഞാൻ കേൾക്കുമ്പോൾ, ഈ വചനങ്ങളൊക്കെയും ഞാൻ കേൾക്കുമ്പോൾ അത് ഇതൊക്കെയും ഒരു ഭക്തിയുടെ ഒരു വേഷഭൂഷാദിയായിട്ട് ഞാൻ കൊണ്ടു നടക്കുകയാണോ? അതോ അതിന്റെ ശക്തി ത്യജിച്ച് കളഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇസ്രായേൽ മക്കളെ അതിനേക്കാട്ടിലും താഴെയായിട്ടുള്ള അല്ലെങ്കിൽ അരാജകരമായിട്ടുള്ള ഒരു ജീവിതമാണ് ഞാൻ നയിക്കുന്നതെന്ന് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാനായിട്ട് നമുക്ക് ഈ രാത്രികാലം ഇവിടെ ആകട്ടെ. നാം കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിലെ റോമർക്കെഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അതിന്റെ റോമർക്കെഴുതിയ ലേഖനം അതിന്റെ 8-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വചനം വായിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ്. 8:13 റോമർ 8:13 നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നമുക്ക് ഇവിടെ നമുക്ക് ആർക്കും ഈ ഒരു ആത്മീയ മരണത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നമുക്കറിയാം, ജഡത്തെ അനുസരിച്ച് ഇന്ന് അനേകം ലോകത്തിലെ ഏറ്റവും അധികം സമ്പന്നന്മാരും ഏറ്റവും അധികം ആൾക്കാരും ജീവിക്കുന്ന ജഡത്തെ അനുസരിച്ച് തന്നെയാണ്. എന്നാലേ നമ്മോട് പറയുന്നത്, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നോക്ക, ഇവിടെ ആത്മാവിനാല് ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അത് നമ്മൾ ഏറ്റെടുക്കേണ്ടത്? ആത്മാവിനാൽ നിറഞ്ഞ ഒരു ജീവിതം നമ്മളിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നാം
ഉറപ്പാക്കേണ്ടതാണ്. ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അവിടെ ആത്മാവിന്റെ ഫലത്തെക്കുറിച്ചൊക്കെയും വളരെ വ്യക്തമായിട്ട് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. അതിന്റെ 5-ാം അധ്യായം ഗലാത്യൻസ് ചാപ്റ്റർ 5 അതിന്റെ 16-ാമത്തെ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയും. അപ്പൊ ആത്മാവിനെ അനുസരിച്ച് നടന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ഈ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. നാം അല്ലാതെ നമ്മൾ ഏതെല്ലാം വിധത്തിൽ നമ്മളെ തന്നെ വിശുദ്ധീകരിക്കാനായിട്ട് നോക്കിയാലും കഴിയാത്തൊരു കാര്യമാണ്. എന്നാല് ആത്മാവിനെ അനുസരിച്ച് നാം നടക്കുമ്പോൾ ആ ജഡത്തിന്റെ പ്രവൃത്തികളെ നിവർത്തിക്കില്ല എന്ന് വ്യക്തമായിട്ട് പറയുന്നു. അതിന്റെ 19 തൊട്ട് താഴേക്ക് വായിക്കുമ്പോൾ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല. ഒക്കെ അന്ന് ഇസ്രായേൽ മക്കളൊക്കെയും ന്യായപ്രമാണത്തിൽ കീഴിൽ നടന്നു. എന്നാൽ ഇവിടെ നമ്മെ കുറിച്ച് പറയണ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിൽ കീഴുള്ളവരല്ല. ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആവിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു. ഇതാണ് ജഡത്തിന്റെ പ്രവൃത്തിയെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ വക പ്രവർത്തിക്കുന്നവർക്കെയും ദൈവരാജ്യം അവകാശമാക്കിയില്ലെന്ന് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ആത്മാവിന്റെ ഫലമോ, വീണ്ടും അതിന്റെ 22 താഴത്തേക്ക് വായിക്കുമ്പോൾ വ്യക്തമായിട്ട് പറയാണ്, അതിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണമില്ല. നമുക്ക് ഇവിടെ വ്യക്തമായിട്ട് പറയാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ എന്താണ്, ആത്മാവിന്റെ പ്രവൃത്തികൾ എന്താണ്. ആത്മാവിന്റെ ഫലമോ അവിടെയാണ് അതിന്റെ ഫലത്തെയാണ് നാം കാണുന്നത്. സ്നേഹത്തെയും സന്തോഷത്തെയും സമാധാനത്തെയും ഇതൊക്കെ നോക്കുക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തില് അധികമായിട്ട് ഉണ്ടായി വരേണ്ട കാര്യങ്ങളാണ്. നാം സ്നേഹത്തെയും സന്തോഷത്തെയും എപ്പോഴും സന്തോഷിപ്പിൻ എന്ന് വീണ്ടും വീണ്ടും അപ്പോസ്തലനായ പൗലോസ് നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്. എപ്പോഴും എല്ലാറ്റിലും എപ്പോഴും സന്തോഷിപ്പിൻ. എന്നാലേ നമുക്ക് ഇങ്ങനെ ചിന്തിപ്പാനായിട്ട് കഴിയും. രോഗവും ഭാരവും ദുഃഖവും ഒക്കെയും വരുമ്പോൾ ഞാൻ സന്തോഷിക്കണമോ? എങ്ങനെയാണ്? അവിടെയൊക്കെയും നമ്മുടെ ഹൃദയം നമുക്ക് ജഡീകമായിട്ട് നമുക്ക് പ്രയാസങ്ങളും ഭാരങ്ങളൊക്കെയും ഉണ്ട്. എന്നാൽ അതിലുപരിയായിട്ട് എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം, അല്ലെങ്കിൽ കർത്താവാണ് ഇത് നടത്തുന്നത്, കർത്താവാണ് ഇതിന്റെ കൺട്രോൾ കർത്താവിന്റെ കയ്യിലാണെന്നുള്ളൊരു പൂർണ്ണ ബോധ്യം നമുക്കുണ്ടെന്ന് വരില്ല. അവിടെയൊക്കെയും ആ ജഡത്തിൽ നമുക്ക് ഭാരങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് അവിടെയും സന്തോഷിപ്പാനും സമാധാനത്തോടെ ആയിരിക്കാനും ഇടയായിത്തീരും. അവിടെയും ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയ ജയം. നോക്കുക, ഈ വകയ്ക്ക് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണവുമില്ല. ഇവിടെ ആത്മാവിനെ അനുസരിച്ച് നടപ്പാനായിട്ട് നമ്മളെ ഓർപ്പിക്കുമ്പോൾ ഈ വകയ്ക്ക് വിരോധമായിട്ട് ഒരു ന്യായപ്രമാണവുമില്ല. God intended all of us to be holy, not innocent. നമുക്കറിയാം ചില കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കുമ്പോൾ അവര് ഒരു കുഴപ്പവും ഇല്ലാത്തവരാണ് എന്ന് നമ്മൾ ചിലപ്പോൾ പറയും, അവരൊരു കുഴപ്പവും ഇല്ലാത്തവരാണ്. എന്നാല് ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മളെ കുഴപ്പമില്ലാത്തവരാണെന്ന്, ഒരു ഇന്നസെൻസ് അല്ല അവിടെ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു മറ്റു ആരെയും ബുദ്ധിമുട്ടിക്കാതെ അല്ലെങ്കിൽ മിണ്ടാതെ ഇങ്ങനെ നടക്കുമ്പോൾ അവനൊരു ഇന്നസെന്റ് ആണ്, അവളൊരു ഇന്നസെന്റ് ആണ്, ആ കുഞ്ഞ് ഇന്നസെന്റ് ആണെന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവവചനത്തിലേക്ക് നമുക്ക് നോക്കുമ്പോൾ അവരൊരു ഇന്നസെൻസ് അല്ല ദൈവം നോക്കുന്നത്. പിന്നെന്താണ്? അവിടെ വിശുദ്ധിയാണ്, ഹോളിയാണ് നോക്കുന്നത്. ആർ യു ഹോളി ഓർ ഇന്നസെന്റ്? അവിടെ ചിലപ്പോൾ ഒരു നമ്മളെ മറ്റു കാര്യങ്ങളൊന്നും ഇടപെടാതെ മുൻപോട്ട് പോകുമ്പോൾ അങ്ങനെ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ധരിപ്പാനായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയുവാനായിട്ട് ഇടയായിത്തീരും. എന്നാലേ കർത്താവ് നോക്കുമ്പോൾ അവിടെ ഒരു തെറ്റുകാരനല്ല എന്നല്ല നമ്മെ കുറിച്ച് പറയേണ്ടത്. അവൻ അവിടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നത്. അവൻ ഇന്നസെന്റ് അല്ല, അവനൊരു ഹോളി ആണെന്ന് തന്നെ പറയുവാനായിട്ട് കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കും. നമ്മെ വിളിച്ചവനായ ദൈവം ആ പരിശുദ്ധാത്മാവിനാൽ നമ്മളെ നയിപ്പാനായിട്ട് ആഗ്രഹിക്കുന്നു. നാം ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരു വചനം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ അസമയത്ത് അർദ്ധരാത്രിയില് തന്റെ ഭവനത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയെ അവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, ഒരു സ്നേഹിതൻ. അതിന്റെ 11-ാം അധ്യായത്തിന്റെ പിന്നെ അവൻ അവരോട് പറഞ്ഞത് 11-ന്റെ 5 തൊട്ട്, നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു സ്നേഹിതൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ അർദ്ധരാത്രിയിൽ അവന്റെ അടുക്കൽ ചെന്ന്, സ്നേഹിത, എനിക്ക് 3 അപ്പം വായ്പ തരണം. എന്റെ ഒരു സ്നേഹിതൻ വഴിയാത്രയിൽ എന്റെ അടുക്കൽ വന്നു, അവന് വിളമ്പിക്കൊടുപ്പാൻ എന്റെ പക്കൽ ഏതുമില്ല എന്ന് അവനോട് പറഞ്ഞു.
അപ്പൊ അവന്റെ മറുപടി, എന്നെ പ്രയാസപ്പെടുത്തരുത്, കഥ അടച്ചിരിക്കുന്നു, പൈതങ്ങളും എന്നോട് കൂടെ കിടക്കുന്നു, എഴുന്നേറ്റ് തരുവാൻ എനിക്ക് കഴിയുകയില്ല എന്ന് അകത്തുനിന്ന് ഉത്തരം പറഞ്ഞാലും അവൻ സ്നേഹിതനാകൊണ്ട് എഴുന്നേറ്റ് അവന് കൊടുക്കയില്ലെങ്കിലും അവൻ ലജ്ജ കൂടാതെ മുട്ടിക്കുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നോക്ക്, ഇവിടെ ആദ്യം തന്നെ ഒരു നെഗറ്റീവായിട്ടാണ് അവിടെ തുടങ്ങുന്നത്. എനിക്ക് പറ്റുകയില്ല, ആ സ്നേഹിതനൊക്കെയാണ്, കാര്യങ്ങൾ ശരിയാണ്, എന്നാൽ എനിക്കത് പറ്റുകയില്ല, ഇപ്പോൾ എനിക്ക് അസൗകര്യമുണ്ട്. കുറച്ച് അസൗകര്യങ്ങൾ പറഞ്ഞതിന് ശേഷം പറയുമ്പോൾ, എന്നാൽ അവൻ ലജ്ജ കൂടാതെ മുട്ടുക നിമിത്തം എഴുന്നേറ്റ് അവന് വേണ്ടുന്നിടത്തോളം കൊടുക്കുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യാചിക്കുവിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിക്കുവിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. ഇന്നലെയും ജോസ് ബ്രദർ പറഞ്ഞ ഒരു കാര്യം, അത് പലപ്പോഴും നമ്മൾ മറന്നുപോകും. എന്നാലേ എങ്ങനെയാണ്? നിങ്ങൾ യാചിക്കുവിൻ എന്നല്ല, യാചിച്ചു കൊണ്ടേയിരിക്കുവിൻ, മുട്ടിക്കൊണ്ടേയിരിക്കുവിൻ, അന്വേഷിച്ചു കൊണ്ടേയിരിക്കുവിൻ. അവിടെയും നിങ്ങൾക്ക് അതിന്റെ പ്രതിഫലം, അതിന്റെ റിസൾട്ട് അതിന് കിട്ടുവാനായിട്ട് ഇടയായിത്തീരും. നാം ഒരു യാചന കൊണ്ട് നിർത്തുവല്ല, യാചിച്ചുകൊണ്ട് ലഭിക്കുന്നത് വരെയും യാചിച്ചുകൊണ്ടേയിരിക്കാൻ, കിട്ടുന്നത് വരെയും കണ്ടെത്തുന്നത് വരെയും മുട്ടിക്കൊണ്ടേ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കാനായിട്ട് അത് അവിടെ നിർത്തുന്നതല്ല, അവിടെ കിട്ടുന്നത് ലഭ്യമാകുന്നത് വരെയും ഈ ആത്മാവിന്റെ ബലത്തിനായിട്ട് നാം കാത്തിരിക്കുക. നോക്കുക, കർത്താവ് അസമ്പന്നമായിട്ട് അനുഗ്രഹത്തോടെ തരും. അങ്ങനെ താഴേക്ക് വായിക്കുമ്പോൾ, എന്നാൽ നിങ്ങളിൽ ഒരു അപ്പനോട് മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? അല്ല, മീൻ ചോദിച്ചാൽ മീനിന് പകരം പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നു എങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം കൊടുക്കും. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് ജഡത്തിൽ നമുക്ക് കഴിയുകയില്ല. കാരണം ജഡം അങ്ങനെയുള്ളത് തന്നെയാണ്. ഒരിക്കൽ പോലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതല്ല. എന്നാൽ ഇവിടെ പരിശുദ്ധാത്മാവിനാൽ എത്രയധികം ലഭിക്കുമെന്ന് യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. അവിടെ ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിനമായി അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ആർക്കൊക്കെ, അതായത് ദാഹിക്കുന്ന ഏവനും വേണ്ടി അടുക്കൽ വരുവേ. ഒരു ദാഹം നമുക്കുണ്ടായെങ്കിൽ മാത്രമേ അവിടെ അത് നിറപ്പാനായിട്ട് കഴിയുകയുള്ളൂ. നിറയ്ക്കുന്ന അല്പം മാത്രം നിറച്ചുകൊണ്ട് പോകുവാനല്ല, ദിനം തോറും നാം കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാനും അത് നിറപ്പാനും, അത് എവിടെയൊക്കെയും ചോർന്നു പോകുന്നുണ്ടോ അതിലുപരിയായിട്ട് നിറച്ചുകൊണ്ട് ഓരോ ദിവസവും ഒരു ക്രിസ്തീയ ജീവിതം, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാനും കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നുണ്ട്. അതിനായിട്ട് അത് തനിയെ, നമ്മുടെ പുറമേയുള്ള കാര്യങ്ങളൊക്കെയും അത് തനിയെ ചിട്ടപ്പെടുത്തിക്കൊള്ളും. നമ്മുടെ നാവും, നമ്മുടെ നോട്ടവും, നമ്മുടെ ചിന്തയും എല്ലാം അത് തനിയെ ഓർഡർ ആയിക്കൊള്ളും. എന്നാൽ എന്താണ് ഇവിടെ വേണ്ടത്? പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നാം ആശ്രയിക്കുകയും ആ വിശുദ്ധയുടെ ആത്മാവിൽ നാം മുൻപോട്ട് പോവുകയും ചെയ്തുവെങ്കിൽ മാത്രമേ ഇന്ന് ഈ ലോകത്തില് ഒരു വിശുദ്ധ ജീവിതം നയിച്ച്, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങൾ വിശുദ്ധനാകുകയും എന്ന് കർത്താവ് ദൈവം പറഞ്ഞ ആ വാക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാനായിട്ട് കഴിയും. എങ്കിൽ യാചിക്കുന്ന എത്രയും പരിശുദ്ധാത്മാവിനെ കൊടുക്കുമെന്ന് കർത്താവ് നമുക്ക് നമ്മോട് ഓർപ്പിക്കുമ്പോൾ നമുക്ക് ധൈര്യത്തോടെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലാം. ലഭ്യമാകുന്നത് വരെയും അത് കണ്ടെത്തുന്നത് വരെയും അത് നിർത്തുകയല്ല, അതുവരെയും നമുക്ക് ചെയ്യാം. നാം കർത്താവ് ദൈവം നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കട്ടെ. പൂർണ്ണമായിട്ട് അങ്ങനെ ആശ്രയിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ കർത്താവെ പുറമേയുള്ള ഒരു ജീവിതമല്ല, അകമേ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തോട് തന്നെ ചോദിച്ചുകൊണ്ട്, കർത്താവെ എനിക്ക് പ്രാഗൽഭ്യമുണ്ടോ? അത് ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എന്ന വരിയിൽ നമുക്ക് ദൈവമുമ്പാകെ നിൽപ്പാനായിട്ട് പ്രാഗൽഭ്യമുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. നാം നമ്മോട് തന്നെ ചോദിക്കുക, കർത്താവെ എന്റെ കുറ്റങ്ങൾ കുറവുകൾ ക്ഷമിപ്പാനായിട്ട്, എന്റെ പാപങ്ങളെ നീക്കുവാനായിട്ട്, എനിക്ക് വേണ്ടി ശാപമായി, എനിക്ക് വേണ്ടി രോഗിയായി, എനിക്ക് വേണ്ടി കർത്താവെ അങ്ങ് തന്റെ രക്തം മുഴുവനും ഊറ്റിക്കളഞ്ഞല്ലോ. അതിലൂടെ എന്നെ വീണ്ടെടുത്തതിനായിട്ട് ഇന്ന് ഞാന് അവിടുത്തെ തന്നെ അടിമയാണ്. അവിടുത്തെ അങ്ങയെ മുൻപോട്ട് നോക്കിക്കൊണ്ട്, ഞാൻ ലോകത്തിലുള്ള ഒരു മനുഷ്യനെ നോക്കിക്കൊണ്ടല്ല, അങ്ങയെ നോക്കിക്കൊണ്ട് എന്റെ ക്രിസ്തീയ ജീവിതം, വിശ്വാസ ജീവിതം ഓടിത്തികപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ.